ദൈവത്തിന് സ്തുതി. പ്രിയമുള്ളവരെ, നിങ്ങൾ കേൾക്കുന്നത് നമ്മുടെ ദിവ്യനാഥ വൈദികരോട് സംസാരിക്കുന്നു എന്ന മരിയൻ സന്ദേശ ഗ്രന്ഥത്തിൻ്റെ വായനയാണ്. ഇന്ന് ദിവസം 29. ഈ സന്ദേശങ്ങൾ പരിശുദ്ധ അമ്മ ഫാദർ സ്റ്റെഫാനോ ഗോബി എന്ന വൈദികന് നൽകിയവയാണ്. അന്ത്യകാലഘട്ടത്തിലേക്ക് നമ്മെ ഒരുക്കുന്നതിനായി അമ്മ നൽകിയ ഈ സന്ദേശങ്ങൾ വൈദികർക്കെന്നതുപോലെ തന്നെ മറ്റെല്ലാവർക്കും ബാധകമാണ്. പരിശുദ്ധ അമ്മയുടെ ഈ സന്ദേശങ്ങൾ നിങ്ങൾക്ക് തുടർന്ന് ലഭിക്കണമെങ്കിൽ ദയവായി ഈ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക. അമ്മയുടെ ഈ സന്ദേശങ്ങളെ ഷെയർ ചെയ്ത് നമുക്കും സുവിശേഷവൽക്കരണ ദൗത്യത്തിൽ പങ്കാളികളാകാം. നിങ്ങളുടെ നിർദ്ദേശങ്ങളും വിലയേറിയ അഭിപ്രായങ്ങളും ദയവായി കമൻറ്റ് ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമുക്ക് വായനയിലേക്ക് പ്രവേശിക്കാം. ഡേ 29, ഫെബ്രുവരി 11, 1977. ലൂർദ് മാതാവിൻ്റെ തിരുനാൾ. 120. മനസ്സിലും ശരീരത്തിലും ഹൃദയത്തിലും പരിശുദ്ധർ. വത്സലസുതരെ, ഭൂമിയിൽ അനാർഭാടമായ മസബിയേൽ ഗ്രോട്ടോയിൽ പ്രത്യക്ഷപ്പെടുന്ന നിങ്ങളുടെ സ്വർഗീയ മാതാവിനെ നോക്കുക. നിങ്ങളുടെ അമലോത്ഭവയായ മാതാവിനെ നിങ്ങൾക്ക് ഏറെ സമയം നോക്കുക. എൻ്റെ പ്രത്യക്ഷപ്പെടലിൽ കൂടുതൽ ദൃഢമായ വിശ്വാസം നിങ്ങൾക്കുണ്ടായിരിക്കണം. നിങ്ങൾ സഞ്ചരിക്കേണ്ട പാത, പ്രാർത്ഥനയുടെയും പ്രായശ്ചിത്വത്തിൻ്റെയും പാത കാണിച്ചു തരുന്നതിന് വേണ്ടി ഞാൻ സ്വർഗത്തിൽ നിന്ന് വന്നു. രോഗത്താൽ വലയുന്ന മക്കളായ നിങ്ങളുടെ സുഖം പ്രാപിക്കലിന് ആവശ്യമായ ഔഷധവുമായി ഞാൻ സ്വർഗത്തിൽ നിന്ന് വന്നു. ഉറവയിൽ കഴുകുക. എൻ്റെ പുത്രൻ്റെ പിളർക്കപ്പെട്ട ഹൃദയമാകുന്ന ഉറവയിൽ നിന്ന് നിർഗളിക്കുന്നതും തിരുസഭ ഇന്നും കൂദാശകളിലൂടെ, വിശിഷ്യ അനുരഞ്ജനത്തിൻ്റെ കൂദാശയിലൂടെ നൽകുന്നതുമായ സജീവ ജലത്തിൽ നിങ്ങളെ കഴുകുക. ഈ ഉറവയിൽ കൂടെ കൂടെ നിങ്ങളെ തന്നെ കഴുകുക. കാരണം പാപത്തിൽ നിന്ന് നിങ്ങളെ ശുദ്ധീകരിക്കുന്നതിനും തിന്മ നിങ്ങളുടെ ജീവിതത്തിൽ സൃഷ്ടിക്കുന്ന മുറിവുകൾ സുഖപ്പെടുത്തുന്നതിനും ഇത് ആവശ്യമാണ്. നിങ്ങൾ പൂർവോപരി നിർമ്മലരാകേണ്ടതിന് ഈ ഉറവയിൽ നിങ്ങളെ തന്നെ കഴുകി ശുദ്ധരാക്കുക. പ്രിയ മക്കളെ, നിങ്ങളുടെ അമലോത്ഭവയായ മാതാവ് തൻ്റെ സ്വർഗീയ മേലങ്കി കൊണ്ട് നിങ്ങളെ പൊതിയുകയും ശുദ്ധത എന്ന പുണ്യത്തിൽ ജീവിക്കുന്നതിന് നിങ്ങളെ സാവകാശം സഹായിക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ മനസ്സിലും ഹൃദയത്തിലും ശരീരത്തിലും നിർമ്മലരാക്കുന്നതിന് ഞാൻ ആഗ്രഹിക്കുന്നു. മനസ്സിൽ പരിശുദ്ധിയുള്ളവരായിരിക്കണം. ചിന്തയിൽ നിങ്ങൾ ദൈവ തിരുമനസ്സ് മാത്രം അന്വേഷിക്കുകയും അതനുസരിച്ച് മാത്രം പ്രവർത്തിക്കുകയും ചെയ്യണം. ഈ പ്രകാശം സ്വീകരിക്കുവാൻ നിങ്ങളുടെ മനസ്സിനെ പൂർണ്ണമായി തുറന്നിടണം. നിങ്ങളുടെ ചിന്തയോട് ഒട്ടിച്ചേർന്നുകൊണ്ടും മനുഷ്യൻ്റെ ഭൂരിപക്ഷവും ഇന്ന് ചിന്തിക്കുന്ന രീതിയിലും ചിന്തിച്ചുകൊണ്ടും മനസ്സിനെ കളങ്കപ്പെടുത്തരുത്. സത്യത്തെ അസത്യം കൊണ്ട് മറയ്ക്കരുത്. എൻ്റെ ശത്രു മുൻകാലത്തേക്കാൾ അധികമായി ഇന്ന് നിങ്ങളുടെ മനസ്സിൻ്റെ ശുദ്ധതയെ മലിനമാക്കാൻ അഹങ്കാരം വഴി നിങ്ങളെ വഴിതെറ്റിക്കാൻ ശ്രമിക്കുന്നു. ഹൃദയ നൈർമല്യം മാത്രമേ സവിനയം ദൈവവചനം സ്വീകരിക്കുന്നതിനും അതനുസരിച്ച് ജീവിക്കുന്നതിനും നിങ്ങളെ പ്രാപ്തരാക്കിയുള്ളൂ. അനന്തരം സർവത്ര പ്രചുരവും പ്രചരിപ്പിക്കപ്പെടുന്നതും മഹത്വീകരിക്കപ്പെടുകയും ചെയ്യുന്ന മലിനപ്രവർത്തികളാലും ലൈംഗിക പാപങ്ങളാലും അവൻ നിങ്ങളുടെ ശുദ്ധിയെ മലിനമാക്കാൻ ശ്രദ്ധിക്കുന്നു. ഈ തിന്മയ്ക്ക് നിങ്ങളുടെ ശരീരത്തിൻ്റെ കണ്ണുകൾ അടച്ചു കളയും. അപ്പോൾ എൻ്റെ പരമനിർമ്മലമായ പ്രകാശത്തിന് വേണ്ടി നിങ്ങളുടെ ആത്മാക്കൾ താനെ തുറക്കും. മനസ്സിൻ്റെ ശുദ്ധത പാലിക്കുന്നവർക്ക് മാത്രമേ ശരിയും ശക്തവുമായ വിശ്വാസത്തിൽ തുടരാൻ സാധ്യമാകുകയുള്ളൂ. ആകയാൽ സ്വർഗത്തിൽ നിന്നുള്ള എൻ്റെ പ്രകാശം മാത്രം പരത്തുന്നതിനും ഓരോ ദിവസവും അബദ്ധത്താൽ പാപത്തിലേക്ക് നയിക്കപ്പെടുന്ന ജനസഞ്ചയങ്ങൾക്ക് വിശ്വാസത്തിൻ്റെ സത്യത്തിൽ ദൃഢമായി നിൽക്കുന്നതിനുമുള്ള നല്ല മാതൃക നൽകുന്നതിനും വേണ്ടി പങ്കിലമായ ഈ ലോകത്തിൻ്റെ പാതയിലൂടെ നടന്നു പോകുക. നിങ്ങൾ ഹൃദയത്തിൽ നൈർമല്യമുള്ളവരായിരിക്കണം. കാരണം അവർക്ക് മാത്രമേ സ്നേഹിക്കുന്നതിനുള്ള കഴിവുണ്ടാവുകയുള്ളൂ. നിങ്ങളുടെ സ്നേഹം പ്രകൃത്യാതീതവും ദിവ്യവുമായിരിക്കണം. നിങ്ങളോടോ ഏതെങ്കിലും സൃഷ്ടികളോടോ ഉള്ള അനാവശ്യമായ ഏത് ഹൃദയപക്ഷവും അതിൻ്റെ ആന്തരിക നൈർമല്യത്തെ കളങ്കപ്പെടുത്തുന്നു. എൻ്റെ പുത്രൻ യേശുവിനെയും അവൻ്റെ സ്നേഹത്തെയും പ്രതി ആത്മാക്കളെയും നിങ്ങൾ സ്നേഹിക്കേണ്ടിയിരിക്കുന്നു. അയൽക്കാരനെ സ്നേഹിക്കുകയും ദൈവത്തെ സ്നേഹിക്കാതിരിക്കുകയും ചെയ്യുക ആർക്കെങ്കിലും സാധ്യമാണോ? അബദ്ധജഡിലവും എൻ്റെ മക്കളുടെ ഇടയിൽ പോലും വ്യാപിച്ചുകൊണ്ടിരിക്കുന്നതുമായ ഈ പ്രവണത, എങ്ങും ദൈവത്തെ അവഗണിച്ചുകൊണ്ട് അയൽക്കാരനെ സ്നേഹിക്കുന്ന ഈ സംരംഭം ഇന്ന് എങ്ങും കാണപ്പെടുന്നു. നിങ്ങൾ എപ്പോഴും നന്മ പ്രവർത്തിക്കുകയും അയൽക്കാരനെ സഹായിക്കുകയും ചെയ്യാം. എന്നാൽ നിങ്ങളുടെ സ്നേഹം അതിസ്വാഭാവികവും പരിപൂർണവുമാകണമെങ്കിൽ അത് ദൈവത്തിൽ നിന്ന് ആരംഭിക്കണം. എൻ്റെ പുത്രൻ യേശുവിൻ്റെ ഹൃദയം കൊണ്ട് പരിശുദ്ധ ത്രിത്വത്തെ സ്നേഹിക്കുകയും യേശു നിങ്ങളെ സ്നേഹിച്ചതുപോലെ
നിങ്ങളും പരസ്പരം സ്നേഹിക്കുകയും ചെയ്യുക. ഇങ്ങനെ പോയാൽ നിങ്ങളുടെ സ്നേഹം എപ്പോഴും കൂടുതൽ നിർമ്മലമായിരിക്കും. നിങ്ങളുടെ സഹോദരങ്ങളെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുവാൻ നിങ്ങൾ പ്രാപ്തരാകുകയും ചെയ്യും. ഹൃദയ നൈർമല്യമുള്ളവന് മാത്രമേ സ്നേഹിക്കുവാനുള്ള വലിയ കഴിവിന് തന്നെ തുറന്നു കൊടുക്കുവാൻ സാധ്യമാവുകയുള്ളൂ. അവന് മാത്രമേ സ്നേഹമെന്ന പുണ്യത്തിൽ ജീവിക്കുന്നതിന് കഴിയൂ. ഇന്ന് ഹൃദയശുദ്ധിയുള്ളവർക്ക് മാത്രമേ ദൈവത്തെ കാണാനും അവിടുത്തെ പ്രകാശത്തിൽ എല്ലാ മനുഷ്യരെയും മനസ്സിലാക്കാനും സ്നേഹിക്കാനും കഴിയുകയുള്ളൂ. നിങ്ങൾ ശരീരത്തിൽ നിർമ്മലരായിരിക്കണം. നിങ്ങളുടെ ബ്രഹ്മചര്യം നിങ്ങൾ ദൈവത്തിന് സമർപ്പിച്ചു. പ്രത്യേക അവബോധത്തോടു കൂടെ നിങ്ങൾ അഭ്യസിക്കേണ്ട ഒരു പുണ്യമാണിത്. ഇന്ന് കഷ്ടപ്പെട്ട് മാത്രമേ ഇത് അഭ്യസിക്കപ്പെടുകയുള്ളൂ. കാരണം അബദ്ധ സിദ്ധാന്തങ്ങൾ നിരന്തരം പൂർവോപരി ശക്തിയായി പ്രചരിക്കപ്പെടുന്നു. തന്മൂലം നിങ്ങളുടെ യഥാർത്ഥ പ്രതിഷ്ഠയുടെ മൂല്യം കുറച്ച് കാണുവാനുള്ള പ്രവണത എങ്ങും വ്യാപിച്ചു വരുന്നു. എൻ്റെ പ്രിയപുത്രന്മാരിൽ എത്ര പേർ പൗരോഹിത്യ വൃത്തി ഉപേക്ഷിച്ചു പോയി. ഇതിന് നിദാനം ബ്രഹ്മചാര്യം ഇന്ന് നിലനിർത്തണമെന്ന പരിശുദ്ധ പിതാവ് ആവശ്യപ്പെടുന്നു എന്നതത്രേ. ശേഷമുള്ളവരിൽ വളരെ പേർ ബ്രഹ്മചര്യം പാലിക്കുന്നില്ല. ഇതിന് കാരണങ്ങൾ പലതുണ്ട്. ഇത് ഇന്നത്തെ ജീവിതത്തിന് ചേർന്നതല്ലെന്ന് അവർ കരുതുന്നു. അല്ലെങ്കിൽ ഇത് താൽക്കാലികമാണെന്ന് അവർ വിശ്വസിക്കുന്നു. അതുമല്ലെങ്കിൽ ഇത് നീതീകരിക്കത്തക്കതല്ലെന്നും തന്മൂലം അത് പാലിക്കേണ്ട കർത്തവ്യം തങ്ങൾക്കില്ലെന്നും അവർ വിചാരിക്കുന്നു. ഈ വിധം ഇത് അശുദ്ധിയിൽ സ്ഥിരമായി ജീവിക്കുന്ന എൻ്റെ വൈദിക പുത്രരുടെ എണ്ണം ഇന്ന് എത്രയോ അധികം വർദ്ധിക്കുന്നു. വത്സലസുതരേ, നിങ്ങൾ വീണ്ടും തുടങ്ങുക. എൻ്റെ പുത്രൻ യേശുവിൻ്റെ ബ്രഹ്മചാര്യവും അവൻ്റെ പീഡകളുടെ മുറിവും നിങ്ങളുടെ ശരീരത്തിൽ വഹിച്ചുകൊണ്ട് ജീവിക്കുന്നതിനും നിങ്ങൾ വീണ്ടും ആരംഭിക്കുക. നിങ്ങളുടെ വൈദിക ജീവിതം ക്രൂശിക്കപ്പെട്ട ശരീരം ലോകത്തിനും അതിൻ്റെ പാപ വശീകരണത്തിനും ക്രൂശിക്കപ്പെട്ട ഒരു ശരീരമായിരിക്കട്ടെ. വത്സലസുതരേ, വീണ്ടും ശരീരത്തിൽ ശുദ്ധത പാലിക്കുക. എന്തെന്നാൽ അരൂപിയുടെ ഗുണവിശേഷങ്ങളോടുകൂടി ശുദ്ധീകരിക്കപ്പെട്ട് അത് ഒരിക്കൽ ഉയർത്തെഴുന്നേൽക്കുവാനും ദൈവത്തിൻ്റെ പ്രകാശവും ജീവനും ആസ്വദിക്കാനുമുള്ളതാണ്. നിങ്ങളുടെ ശരീരം കല്ലറകളിൽ അഴുകപ്പെടാൻ വേണ്ടിയുള്ളതല്ല, പ്രത്യുത വീണ്ടും ഉദ്ധാനം ചെയ്ത് എന്നേക്കും ജീവിക്കുന്നതിനും സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നതിനുള്ളതത്രേ. സർവോപരി ഇന്ന് നിങ്ങളുടെ ബ്രഹ്മചര്യം വഴി നിങ്ങൾക്ക് വേണ്ടി സജ്ജമാക്കപ്പെട്ട പറുദീസയിൽ പ്രവേശിക്കാമെന്ന പ്രതീക്ഷ അത് സാക്ഷ്യം വഹിക്കുകയാണ്. വിശ്വാസം, ശരണം, സ്നേഹം എന്നീ പുണ്യങ്ങൾ അഭ്യസിക്കുന്നതിന് വേണ്ടി മനസ്സിലും ശരീരത്തിലും ഹൃദയത്തിലും ശുദ്ധതയുള്ളവരായിരിക്കുവാൻ ഇന്ന് നിങ്ങളുടെ അമലയായ മാതാവ് നിങ്ങൾ ഓരോരുത്തരെയും ആഹ്വാനം ചെയ്യുന്നു. ഇങ്ങനെ യേശുവായിരിക്കും നിങ്ങളിൽ വീണ്ടും ജീവിക്കുന്നതും നിങ്ങളെയും നിങ്ങളുടെ സഹോദരങ്ങളെയും രക്ഷിക്കുന്നതും. മെക്സിക്കോ, ഫെബ്രുവരി 18, 1977, 121. ലോകത്തിൽ എല്ലായിടത്തും. പ്രിയ സുധരേ, നിങ്ങൾ നിർമ്മലരാണെങ്കിൽ എൻ്റെ പ്രകാശം നിങ്ങൾക്ക് കാണാൻ കഴിയും. അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഇരുട്ടിൽ എൻ്റെ വിമല ഹൃദയത്തിൽ നിന്ന് ഒരു പ്രകാശരശ്മി നിർഗമിക്കുകയും അത് നേരെ നിങ്ങളിലേക്ക് വരികയും ചെയ്യുന്നു. എൻ്റെ പ്രകാശത്തെ നോക്കുക. നിങ്ങളുടെ അമ്മ നിങ്ങൾക്ക് തന്ന പ്രകാശമാണത്. നിങ്ങളിൽ എത്ര പേർക്ക് നിങ്ങൾക്ക് എത്രമാത്രം അത് ആവശ്യമാണെന്നോ, വിശിഷ്യ ഇന്ന്. നിങ്ങളെ ആരും ശ്രദ്ധിക്കാതെയായി. ചുരുക്കം ചിലർ നിങ്ങളെ മനസ്സിലാക്കുകയും നിങ്ങളെ സഹായിക്കുകയും ചെയ്യുന്നു. അനേകർ നിരീശ്വരത്വത്തിന് ഇരയായിത്തീർന്ന ശേഷം നിങ്ങളെ വെറുക്കുകയും അവഹേളിക്കുകയും ചെയ്യുന്നു. വിശ്വാസികളിൽ നിന്ന് പോലും അനേകം പേർ നിങ്ങളെ വിമർശിക്കുന്നു. അവർ നിങ്ങളെ സ്വീകരിക്കുന്നില്ല. നിങ്ങൾ അധികം ഒറ്റപ്പെടുകയാണ്. നിങ്ങളെ മനസ്സിലാക്കുകയും സഹായിക്കുകയും ചെയ്യുന്നവരാരുണ്ട്? നിങ്ങളെ ആശ്വസിപ്പിക്കാനും. ഞാൻ നിങ്ങളുടെ സ്വർഗീയ മാതാവ്. ഞാൻ വീണ്ടും സ്വർഗം വിട്ടു വരുന്നു. ലോകത്തിലെ വീഥികളിലൂടെ ഞാൻ നടന്നു വരുന്നു. നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഉദാരമനസ്കരായി അനേകം ആത്മാക്കളിൽ നിന്ന് സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ ജെറുസലേമിലെ പ്രാർത്ഥനാലയത്തിൽ അപ്പസ്തോലന്മാരോടുകൂടെ ഞാൻ ചേർന്നതുപോലെ നിങ്ങളോടും ചേരുന്നു. നിങ്ങളുടെ ആത്മാക്കൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രകാശത്തിലും നിങ്ങളുടെ അമ്മയുടെ ആശ്വാസത്തിനുമായി വിടരുകയും ചെയ്യുന്നു. ലോകത്തിൽ എല്ലായിടത്തും ഇതുതന്നെയത്രേ സംഭവിക്കുന്നത്. അതിൻ്റെ തെളിവ് ഇന്ന് വീണ്ടും ഈ പുതിയ ഭൂഖണ്ഡത്തിൽ നിങ്ങൾക്ക് ഞാൻ തരുന്നു. ഇവിടെ ഞാനാണല്ലോ എൻ്റെ വത്സല മക്കളെ ഒരുമിച്ച് കൊണ്ടുവരുന്നത്. അവർ എത്ര സന്തോഷത്തോടു കൂടിയാണ് തങ്ങളുടെ ഹൃദയങ്ങളെ തുറന്നു തരുന്നതെന്ന് നീ കാണുന്നില്ലേ? മാർച്ച് 10, 1977, 122. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ രക്തസാക്ഷിത്വം. സഭയ്ക്കുള്ളിൽ
തന്നെ കുഴപ്പം വർദ്ധിച്ചു വലുതായിക്കൊണ്ടിരിക്കുന്നു. അത് ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും വ്യാപിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ആദ്യം പ്രഹരമേൽക്കുന്നത് വൈദികർക്കാണ്. അവിശ്വാസത്തിലേക്ക് നയിക്കുന്ന അബദ്ധപ്രബോധനത്തിൽ വഴിതെറ്റിപ്പോകാൻ തങ്ങളെ സ്വയം വിട്ടുകൊടുക്കുന്നവരുടെ എണ്ണം അനുദിനം വലുതായിക്കൊണ്ടിരിക്കുന്നു. പുരോഗമനത്തിൻ്റെ പേരിൽ ചില വൈദികർ ലോകത്തിൻ്റെ മാത്രം ശുശ്രൂഷകരായി മാറുകയും ലോകത്തോട് അനുരൂപപ്പെട്ട് ജീവിക്കുകയും ചെയ്യുന്നു. പ്രാർത്ഥിക്കേണ്ടതിന് പകരം ജ്വരം പിടിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ അവർ നടത്തുന്നു. ആത്മനിഗ്രഹത്തിന് പകരം സുഖത്തിൻ്റെയും ആനന്ദത്തെയും അവർ അന്വേഷിക്കുന്നു. പുണ്യപരിശുദ്ധിക്ക് പകരം അവർ തുടർച്ചയായി പാപത്തിന്, വിശിഷ്യ അശുദ്ധ പാപത്തിന് അടിമപ്പെടുന്നു. ഈ പാപത്തിന് അവർ അധികമധികമായി തങ്ങളെ തന്നെ വിട്ടുകൊടുക്കുകയും അതിനെ നീതീകരിക്കുകയും ചെയ്യുന്നു. അവർ സഞ്ചരിക്കുന്ന ശവശരീരങ്ങളായി മാറിയിരിക്കുന്നു. എങ്കിലും തങ്ങൾ വൈദികരാണെന്ന് അവർ ഭാവിക്കുന്നു. എന്നാൽ എൻ്റെ പുത്രൻ യേശു അവരെ അങ്ങനെ അംഗീകരിക്കുന്നില്ല. എങ്കിലും ചിലപ്പോൾ അവർ വളരെ വിലമതിക്കപ്പെടുന്നു. വിജയം വരിക്കുന്നതിന് അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ചുമതലപ്പെട്ട സ്ഥാനങ്ങളിൽ അവർ നിയോഗിക്കപ്പെട്ടിട്ടുണ്ട്. വിശ്വസ്തരായി നിൽക്കുന്നവർ ഏറ്റവും മർദ്ദിക്കപ്പെടുകയും അവഗണിക്കപ്പെടുകയും ചെയ്യുന്നു. ചിലപ്പോൾ അവരോട് ശത്രുക്കൾ മനഃപൂർവ്വം ഒട്ടകപക്ഷി നയം, കണ്ണടച്ചിരുട്ടാക്കുന്ന നയം കാണിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ അന്ധകാരം പരക്കുകയും പിശാചിൻ്റെ പുക എല്ലായിടത്തും മൂടിക്കളയുകയും ചെയ്യുന്നു. വിശ്വാസത്യാഗം അടിക്കടി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. സ്നേഹസുതരേ, നിങ്ങളുടെ കഷ്ടത എത്ര വലുത്! എൻ്റെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ട വൈദികരെ, നിങ്ങളുടെ ക്ലേശങ്ങൾ എത്ര കഠോരം! വലിയ മതമർദ്ദനം അധികമധികം വ്യാപിക്കുമ്പോൾ നിങ്ങളുടെ സഹനങ്ങൾ ആവശ്യം വർദ്ധിച്ചുകൊണ്ടിരിക്കും. ഞാൻ ഈ ഹൃദയത്തിൻ്റെ രക്തസാക്ഷിത്വത്തിന് വേണ്ടിയത്രേ നിങ്ങളെ സന്നദ്ധരാക്കിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ മാതൃഹൃദയത്തിൽ ഓരോരുത്തരും തങ്ങളുടെ ആത്മബലി പിതാവിനെ അർപ്പിക്കട്ടെ. ഈ അന്ധകാരത്തിൻ്റെ മണിക്കൂറിൽ അവസാന തുള്ളി വരെ കുടിക്കുക. സഭയുടെ ഇരു രക്തസാക്ഷിത്വത്തിൽ ജീവിക്കുക. അവിശ്വസ്തത ഉപരി വ്യാപകമായി കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് വിശ്വസ്തരും പ്രതീക്ഷാഭരിതരും ആയിരിക്കുക. സ്വർഗപിതാവിനോടും നിർഭയം ജീവിക്കുവാൻ നിങ്ങളെ സാവകാശം സന്നദ്ധമാക്കിക്കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ സ്വർഗീയ മാതാവിനോടും ഉവ് എന്ന് പറയുക. മാർച്ച് 21, 1977, 123. സമാശ്വാസത്തിൻ്റെ മാലാഖ. ഒരിക്കലും നിരാശപ്പെടരുത്. ഗെത്സമേൻ തോട്ടത്തിൽ വെച്ച് യേശുവിനുണ്ടായതുപോലെ നിങ്ങളും ഭയമെന്ന പ്രലോഭനത്തിന് വിധേയരായിക്കൊണ്ടിരിക്കുന്നു. ഇത് പിതാവിനെ അർപ്പിക്കുകയും വിശ്വാസത്തോടെ തുടരുകയും ചെയ്യുക. ഓരോ നിമിഷവും നിങ്ങളുടെ സ്വർഗീയ മാതാവ് നിങ്ങളുടെ സമീപത്തുണ്ട്. ശോചനീയമായ പരിത്യക്താവസ്ഥയിൽ നിങ്ങളെ സഹായിക്കുന്നതിനും നിങ്ങൾക്ക് ആശ്വാസമേകുന്നതിനും അവൾ നിങ്ങളുടെ അടുത്തുണ്ട്. ഈ പരീക്ഷണഘട്ടത്തിൽ സഭ മുഴുവനും നിങ്ങളിലൂടെ ജീവിക്കുകയാണ്. എൻ്റെ പുത്രൻ യേശുവിൻ്റെ വികാരിയായ പരിശുദ്ധ പിതാവും ഈ മണിക്കൂറിലൂടെ കടന്നു പോകുന്നു. മുമ്പൊരിക്കലും എല്ലാ വശത്തു നിന്നും ഇത്രയധികം പ്രഹരങ്ങൾ അദ്ദേഹം ഏറ്റിട്ടില്ല. ഇത്രയധികം പരിത്യക്താവസ്ഥയിൽ, തൻ്റെ സ്വന്തം ആളുകളാൽ പോലും ഉപേക്ഷിക്കപ്പെട്ട സ്ഥിതിയിൽ അദ്ദേഹം ഒരിക്കലും ആയിരുന്നിട്ടില്ല. അമ്മയായ ഞാൻ പരിശുദ്ധ പിതാവിന് ആശ്വാസത്തിൻ്റെ മാലാഖയാണ്. ഞാൻ ഇങ്ങനെ ആയിരിക്കുന്നത് നിങ്ങളിലൂടെ അത്രേ. അദ്ദേഹത്തിന് എൻ്റെ വിമല ഹൃദയത്തിൻ്റെ കാസയും അതിൽ എൻ്റെ വാത്സല്യഭാജനങ്ങളായ വൈദികരുടെ എല്ലാ സ്നേഹവും ഞാൻ സമർപ്പിക്കുന്നു. ഈ വിധം നിങ്ങളെ പ്രതീക്ഷിച്ച് നിൽക്കുന്ന ആ പരീക്ഷണത്തിന് മുമ്പ്, ഏതിനു വേണ്ടി ഞാൻ നിങ്ങളെ ഏറെക്കാലമായി ഒരുക്കിക്കൊണ്ടിരിക്കുന്നുവോ ആ മഹാപരീക്ഷണത്തിന് മുമ്പ് ഞാൻ നിങ്ങളിലൂടെ മാർപ്പാപ്പയ്ക്ക് ആശ്വാസമായിരിക്കും. ഏപ്രിൽ 8, 1977, ദുഃഖവെള്ളി, 124. എന്നോടുകൂടെ കുരിശിൻ്റെ കീഴിൽ. വത്സലപുത്രന്മാരെ, ഇന്ന് എന്നോടുകൂടെ കാൽവരിയിലേക്ക് ഞാൻ എവിടെ വെച്ച് നിങ്ങളുടെ അമ്മയായി തീർന്നുവോ ആ കുരിശിൻ്റെ കീഴിലേക്ക് കൊണ്ടുവരിക. ഇവിടെ വെച്ച് സ്നേഹിക്കുന്നതിന് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാം. സ്നേഹത്തിന് വേണ്ടി ജീവൻ നൽകുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. നിങ്ങൾക്ക് വേണ്ടി കുരിശിൽ മരിക്കുന്ന എൻ്റെ പുത്രൻ യേശുവിനെ നോക്കുക. അവൻ മരിക്കുന്നു കാരണം അവൻ സ്വജീവൻ നൽകുന്നു. സ്നേഹം നിമിത്തമത്രേ അവൻ സ്വജീവൻ നൽകുന്നത്. മരിച്ചുകൊണ്ടിരിക്കുന്ന അവനെ എൻ്റെ ഹൃദയം അനുഭവിക്കുന്നു. അവൻ്റെ ഭീകരമായ മരണവേദനയാൽ എൻ്റെ ഹൃദയം പിളർക്കപ്പെടുന്നു. നിങ്ങളെ സ്നേഹിക്കുന്നതിൽ എൻ്റെ മാതൃഹൃദയം ഈശോയുടെ ഹൃദയത്തോട് സംയോജിക്കുന്നു. പ്രിയപുത്രരെ, എപ്പോഴും ഈ വിധം സ്നേഹിക്കാൻ ഞങ്ങളിൽ നിന്ന് പഠിക്കുവിൻ. സഹിക്കുന്നതിന് നിങ്ങൾ പഠിക്കും.
എൻ്റെ മകൻ യേശു സങ്കടത്തിൻ്റെ മനുഷ്യനായി മനുഷ്യഛായ പോലും അവനിലിപ്പോൾ. സഹനത്തിൻ്റെ ഭാരത്താൽ അവൻ ഞെരുങ്ങി നിഷ്ഠൂരമായി അടിക്കപ്പെടുന്നു, നിന്ദിക്കപ്പെടുന്നു, അപമാനിക്കപ്പെടുന്നു. പരാതി കൂടാതെ അവൻ സഹിക്കുന്നു. കുഞ്ഞാടിനെ പോലെ ശാന്തനായി അവൻ കുരിശിൽ തറയ്ക്കപ്പെടുന്നു. ഇത് നിങ്ങൾ നടക്കണമെന്ന് ഞാൻ ആഹ്വാനം ചെയ്യുന്ന വഴി കാണുക. കാൽവരിയിലേക്കുള്ള ഈ വഴിയിലൂടെ വിധേയത്വത്തോടും എളിമയോടും കൂടെ നിങ്ങൾ നടക്കണം. ഈ പരീക്ഷണത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ നിങ്ങൾ ശ്രമിക്കരുത്. പിതാവിൻ്റെ തിരുമനസ്സിന് ഉവ്വ് എന്ന് പറയുന്നതിന് നിങ്ങളെ സഹായിക്കുവാൻ നിങ്ങളുടെ അമ്മയുടെ ഹൃദയം എപ്പോഴും കാണും. നിശബ്ദത പാലിക്കാൻ ഇവിടെ ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നു. ഈ അവസാന നിമിഷത്തിൽ എൻ്റെ മകൻ്റെ വചനം നിശബ്ദമത്രേ. ഇപ്പോൾ സ്വജീവിതത്തിലൂടെ അവൻ സംസാരിക്കുന്നു. ദൈവഹിതത്തിന് നൽകുന്ന ഏറ്റവും മഹത്തായ സാക്ഷ്യം ഇതാണ്. ഇങ്ങനെ അവൻ്റെ ജീവിതത്തിൻ്റെ അവസാന വാക്ക് പുറത്തു വരുന്നു. എല്ലാവർക്കും മാപ്പ് നൽകുന്ന വാക്കും പിതാവിന് സമ്പൂർണ്ണമായി ആത്മാർപ്പണം ചെയ്യുന്ന വാക്കും. ഇന്ന് പ്രത്യേകിച്ച് നിശബ്ദരായിരിക്കാൻ പഠിക്കുക. അവൻ്റെ ദിവ്യവചനം കേൾക്കുന്നതിന് നിൻ്റെ ഉള്ളിൽ ഒരു നിശബ്ദത സൃഷ്ടിക്കുക. നിങ്ങളെപ്പറ്റി നിങ്ങൾ നിശബ്ദരായിരിക്കുക. നിങ്ങളെ സ്വാഗതം ചെയ്യാത്തവരിൽ നിന്ന് വരുന്ന വിമർശനങ്ങൾക്കും ദോഷാരോപണങ്ങൾക്കും മറുപടി നൽകാതിരിക്കുക. നിങ്ങളെ മർദ്ദിക്കുന്നവരുടെ പരിഹാസങ്ങൾക്കും കുത്തുവാക്കുകൾക്കും ഉത്തരം പറയരുത്. ആരെയും വിധിക്കരുത്. നിങ്ങളെ പ്രതീക്ഷിച്ചു നിൽക്കുന്ന നിമിഷങ്ങളിൽ മൗനമായിരിക്കുവാൻ നിങ്ങൾക്ക് തുടരെ ആഹ്വാനം ലഭിച്ചുകൊണ്ടിരിക്കും. സ്വന്തം ജീവിതം കൊണ്ട് നിങ്ങൾ സംസാരിക്കും. കുരിശിൻ കീഴിലുള്ള നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നിങ്ങൾക്കും എല്ലാവർക്കും സ്നേഹത്തിൻ്റെ വാക്കും പിതാവിന് നൽകുന്ന പൂർണ്ണമായ ആത്മാർപ്പണവും സിദ്ധിക്കും. പ്രിയമുള്ളവരെ, ഇന്നത്തെ വായന അവസാനിക്കുമ്പോൾ ദൈവത്തിന് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. സർവശക്തനായ ദൈവം അവിടുത്തെ കരത്തിൻ്റെ കീഴിൽ നമ്മെ നിർത്തുകയും പരിശുദ്ധ അമ്മയുടെ സന്ദേശങ്ങൾ കേൾക്കാൻ നമ്മെ പ്രത്യേകമായി തിരഞ്ഞെടുത്ത് അനുഗ്രഹിക്കുകയും ചെയ്തതിനെ ഓർത്ത് നന്ദി പറയുന്നു. നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ഗണമാണ് എന്ന് തിരിച്ചറിയുക. പരിശുദ്ധ അമ്മയുടെ സന്ദേശങ്ങൾ ശ്രവിക്കുന്ന എല്ലാ വൈദികരുടെ കഴിയുന്നത്ര ഗ്രൂപ്പുകളിൽ ഈ സന്ദേശങ്ങൾക്ക് പ്രചാരം നൽകുക. എല്ലാ വൈദികരും അമ്മയുടെ ഈ സന്ദേശങ്ങൾ കേൾക്കാൻ ഇടയാകട്ടെ. കർത്താവിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിൻ്റെ നാമമഹത്വത്തിന് വേണ്ടി മാത്രമാകട്ടെ ഈ പ്രവൃത്തിയും ഈ വായനയും എല്ലാം. യേശുവിൻ്റെ നാമത്തിന് സ്തുതി, യേശുവെ നന്ദി, യേശുവെ മഹത്വം, യേശുവെ ആരാധന.